ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണം ഉത്തരകാണ്ഡത്തിലെ 50-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. ദൃഷ്ട്വാതു മൈഥിലീം സീതാമാശ്രമേ സ്വം പ്രവേശിതാം സന്താപമവൽ ഘോരം ലക്ഷ്മണോ ദീനചേതനാം. ആശ്രമത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട മൈഥിലിയായ സീതയെ കണ്ട് ദീനമാനസനായിരിക്കുന്ന ലക്ഷ്മണൻ അസഹ്യമായിരിക്കുന്ന ശോകത്തില് മുഴുകി. ആ തേജസ്വി മന്ത്രിയും സാരഥിയുമായിരിക്കുന്ന സുമന്ത്രനോട് പറയുകയുണ്ടായി, സീതാ സന്താപജം ദുഃഖം പശ്ചരാമസ്യ സാരഥി. സാരഥി, സീതാസന്താപം മൂലമുള്ള രാമന്റെ ദുഃഖം ആലോചിച്ചു നോക്കൂ. തതോ ദുഃഖതരം കിം രാഘവസ്യ ഭവിഷ്യതി പത്നിയും ശുദ്ധസമാചാരം വിസൃജ്യ ജനകാത്മജാ. ഇതിലും മീതെ എന്ത് ദുഃഖം രാഘവന് നേരിടാനായിട്ടുണ്ട്? ജനകാത്മജയും സൽവൃത്തയുമായിരിക്കുന്ന പത്നിയെ ത്യജിക്കേണ്ടി വന്നില്ലേ? സാരഥേ, രാഘവന്റെ ഈ സീതാവിരഹം വിധി കൊണ്ടാണ് വന്നത് എന്ന് നിസ്സംശയമായിട്ട് ഞാൻ കരുതുന്നു. വിധി എന്നും ദുർലംഘ്യമാണ്. യോഗി ദേവാൻ സഗന്ധർവാൻ അസുരാൻ സഹരാക്ഷസൈഹി. ദേവഗന്ധർവന്മാരെയും രാക്ഷസാസുരന്മാരെയും കോപിച്ചാൽ ആരാണോ കൊല്ലുന്നത്, ആ രാഘവൻ വിധിക്ക് കീഴിലാണ് നിൽക്കുന്നത്. പണ്ട് പിതാവിന്റെ നിയോഗത്താൽ വിജനമായ ദണ്ഡകവനത്തില് 14 കൊല്ലം രാമൻ പാർത്തല്ലോ. തതോ ദുഃഖതരം ഭൂയ സീതായ വിപ്രവാസനം. പൗരന്മാരുടെ നിഷ്ഠുരമായിരിക്കുന്ന വാക്ക് കേട്ട് സീതയെ നാട് കടത്തിയത് അതിനേക്കാൾ വലിയ ദുഃഖമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കീർത്തി കെടുത്തുന്ന ഈ കർമ്മം കൊണ്ട് സാരഥ എന്ത് ധർമ്മമാണ് നേടിയത്? സീതയെക്കുറിച്ച് പൗരന്മാർ പറയുന്നത് ഹീനാർത്ഥങ്ങളായിരിക്കുന്ന കാര്യങ്ങളാണ്. ഏതാ വാചോ ബഹുവിധ ശ്രുത്വാ ലക്ഷ്മണ ഭാഷിത സുമന്ത്ര ശ്രദ്ധയാ പ്രാജ്ഞോ വാക്യമേകതു വാചഃ. ലക്ഷ്മണൻ പറഞ്ഞ പലവിധത്തിലുള്ള ഈ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട ശേഷം പ്രാജ്ഞനായിരിക്കുന്ന സുമന്ത്രൻ ഇപ്രകാരം മറുപടി പറഞ്ഞു. സൗമിത്ര ലക്ഷ്മണ, സീതയെക്കുറിച്ച് സന്തപിക്കാതെ ഇരിക്കുക. അങ്ങയുടെ പിതാവിന്റെ മുമ്പിൽ വെച്ച് പണ്ട് തന്നെ വിപ്രന്മാര് ഇത് മുൻകൂട്ടി കണ്ടതാണ്. രാമൻ അല്പഭാഗ്യവാനും ദുഃഖിതനുമായി തീരുമെന്ന് നിശ്ചയം. ആ മഹാബാഹു വേഗം പ്രിയവിയോഗം അനുഭവിക്കുകയും ചെയ്യും. ധാർമ്മികനായിരിക്കുന്ന മഹാത്മാവ് അങ്ങയെയും സീതയെയും ഭരതനെയും ശത്രുഘ്നെയും വളരെ കാലം ചെല്ലുമ്പോൾ ത്യജിക്കും. സൗമിത്രയെ, അങ്ങയോടോ ഭരതനോടോ ഇത് പറഞ്ഞുകൂടാ. നിങ്ങളെപ്പറ്റി ദുർവാസാവ് മഹർഷി രാജാവിനോട് പറഞ്ഞതാണ് ഇത്. നരപുങ്കവ, മഹാജനങ്ങളുടെയും എന്റെയും വസിഷ്ഠന്റെയും അടുത്ത് വെച്ച് ഋഷി പറഞ്ഞ വാക്യമാണ് ഇത്. ഋഷേസ്തു വചനം ശ്രുത്വ മാമാഹാപുരുഷഭ. ഋഷിയുടെ വാക്ക് കേട്ട നരപുങ്കവൻ എന്നോട് പറഞ്ഞു, സൂതാ, നീ ജനസന്നിധിയിൽ വെച്ച് ഒരിടത്തും ഇക്കാര്യം പറഞ്ഞു പോകരുത്. തസ്യാഹം ലോകപാലസ്യ വാക്യം തൽസു സമാഹിതം. സൗമ്യ, ആ ലോകപാലന്റെ ഈ ആജ്ഞ ഒരിക്കലും തെറ്റിക്കാതെ ശ്രദ്ധയോടെ പാലിക്കണം എന്നാണ് എൻ്റെ അഭിമതം. സൗമ്യ, ഞാനിത് മുഴുവനും അങ്ങയുടെ മുമ്പിൽ വെച്ച് പറയാൻ പാടുള്ളതല്ല. അങ്ങേക്ക് കേൾക്കാൻ വ്യഗ്രതയുണ്ടെങ്കിൽ കേൾക്കുക. പണ്ടൊരിക്കല് നരേന്ദ്രനിൽ നിന്ന് ഞാൻ രഹസ്യമായി കേട്ടതാണ് എങ്കിലും പറയാം. വിധി ദുർലംഘ്യമാണല്ലോ. ഗംഭീരാർത്ഥ പദങ്ങളുള്ള ആ മഹത്തായ മൊഴി കേൾക്കയാല് സത്യം ബ്രൂഹീതി സൗമിത്രേ സൂതം വാക്യമബ്രവീത്. സത്യം പറയൂ എന്ന് സൗമിത്രി സൂതനോട് പറഞ്ഞു. ഈ കാര്യങ്ങളാണ് 50-ാമത്തെ സർഗത്തില് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.